ഏത് നിമിഷവും ഒരു യുദ്ധത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക സുരക്ഷാ യോഗം വിളിക്കുന്നു, അജിത് ഡോവൽ സുരക്ഷാ യോഗം വിളിക്കുന്നു, രാജ്നാഥ് സിംഗ് പല മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, കരസേനാ മേധാവി പുരി ജഗന്നാഥിൽ സന്ദർശനം നടത്തുന്നു, വ്യോമസേനാ മേധാവി അമൃത്സറിൽ അതായത് സുവർണക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു. അതിനുശേഷം നമ്മുടെ 4 വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ IAF ഇന്ത്യൻ എയർഫോഴ്സ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യത്തിനകത്ത് 0.5 ശത്രുക്കൾ ഇളകിത്തുടങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ഗസ്വായി ഹിന്ദ് ദൗത്യത്തിൽ ചേരാൻ പ്രലോഭിപ്പിച്ച ഹിന്ദു യുവാക്കളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ മറ്റൊരു ഭീകര സംഘം കൂടി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മീററ്റിലും പരിസര പ്രദേശങ്ങളിലും സജീവമായ ഭീകര ശൃംഖലയെ ATS പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഏജൻസികൾക്ക് സംശയം തോന്നാതിരിക്കാനും വലിയ ആക്രമണങ്ങൾ നടത്താനും കഴിയുന്ന തരത്തിൽ ഹിന്ദുക്കളെ അവരുടെ സംഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ പ്രദേശത്ത് സജീവമായ തീവ്രവാദികൾക്ക് ഉപദേശം നൽകിയിരുന്നു. പാകിസ്ഥാൻ ഭീകരരുമായി ബന്ധപ്പെടുന്ന ഷാക്കിബ് എന്ന ഭീകരനെ അറസ്റ്റ് ചെയ്തതായും ചോദ്യം ചെയ്യലിൽ ഗസ്വായി ഹിന്ദ് മോഡ്യൂൾ വെളിപ്പെട്ടതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഗസ്വായി ദൗത്യം തടയരുതെന്നും ഏജൻസികളുടെയും പോലീസിന്റെയും ശ്രദ്ധ തിരിക്കുന്നതിനായി ഹിന്ദുക്കളെയും സംഘടനയിൽ ഉൾപ്പെടുത്തണമെന്നും പാകിസ്ഥാനിൽ നിന്ന് ഷാക്കിബിന് ഉത്തരം ലഭിച്ചിരുന്നു. ഷാക്കിബിന്റെ പാകിസ്ഥാൻ മാനേജർ ഹിന്ദു യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്തരവ് പ്രകാരം വികാസ് ലോകേഷ് എന്നീ 2 ഹിന്ദു യുവാക്കളെ പണം വാഗ്ദാനം ചെയ്ത് ഇത് ഒരു തീവ്രവാദ സംഘടനയല്ല എന്ന് കാണിക്കാൻ ഹിന്ദു യുവാക്കളെ കൂടെ ഉൾപ്പെടുത്തി അവർക്ക് നല്ല പണം കൊടുത്ത് ഇവർ ആ സംഘടനയിൽ ചേർക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നമുക്കറിയാം, ഈ രാജ്യത്ത് എന്ത് നടന്നാലും അത് ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള വലിയൊരു ശ്രമം പണ്ട് മുതലേ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താജ് ആക്രമണത്തിൽ കയ്യിൽ ചരട് കെട്ടിക്കൊണ്ടുവന്ന ആ ഭീകരൻ എന്ന് പറയുന്നത്. ആ ഭീകരനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു ഹിന്ദുവാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്തായാലും ഇരുവർക്കും തിരിച്ചറിയ രേഖയായി കോഡ് നാമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വികാസിന് സാഹിദ് എന്നും ലോകേഷിന് സലീം എന്നും പേരുകൾ നൽകി. ഇവർ രണ്ടുപേരും വലിയ ഹിന്ദു ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഹിന്ദു യുവാക്കളാണ്. പിന്നീട് ഷാക്കിബ് അവരിൽ നിന്ന് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഹിന്ദു മതസ്ഥലങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ മൊഡ്യൂളിലെ പ്രധാന പ്രതിയായ ആഖിബ് ദുബായിൽ താമസിക്കുന്ന ആളാണ്. പാകിസ്ഥാൻ ഹാൻഡലർമാരെയും അറസ്റ്റിലായ ആഖിബിനെയും ആഖിബ് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തയ്യാറായിരിക്കാൻ പാകിസ്ഥാൻ ഹാൻഡലർമാർ ആഖിബിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.